ഇനി നമുക്ക് ചക്കക്കുരു മാങ്ങ വെച്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ചക്കക്കുരുയൊക്കെ കഴുകി കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഈ മാങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു അടിപൊളി കറി വെക്കാം. അതിന് വേണ്ടി മാങ്ങയൊക്കെ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഈ മാങ്ങേൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞേക്കുക. അങ്ങനെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞാടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരൊക്കെ ഒരു മൺചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചക്കക്കുരൊക്കെ ഏകദേശം വേവാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ നമ്മളിവിടെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ജീരകം, ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരൊക്കെ ഏകദേശം വേവായതിന് ശേഷം നമ്മൾ മാങ്ങയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരു മാങ്ങയ്ക്ക് ഏകദേശം വേവായി കഴിഞ്ഞപ്പോൾ നല്ലപോലെ വെന്തതിന് ശേഷം നമ്മളേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു, ചെറിയ ഉള്ളി, ഇനി കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് വറവിട്ടെടുക്കാം. അടിപൊളി ചക്കക്കുരു മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.